മിഥുൻ വിജയകുമാർ, താങ്കൾ നിരീക്ഷകനായാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ പൊതുമണ്ഡലത്തിൽ താരതമ്യേന ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന താങ്കൾ ബി ജെ പിയുടെ പക്ഷം സംസാരിക്കാൻ വേണ്ടി അവരുടെ ആളുകളും ഇത് കാണുന്നുണ്ടാവും, അവരെന്തു പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ബി ജെ പിയുടെ വാദം ഇവിടെ ആവശ്യവുമാണ്. താങ്കൾ അത് ഒട്ടൊക്കെ പരിഹരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. താങ്കൾ നിരീക്ഷകനാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു ചർച്ചയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിൽ കേന്ദ്ര ഭരണകക്ഷിക്ക് വന്ന് അവരുടെ വാദങ്ങൾ, അവരുടെ ന്യായങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരവസരം എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും അതിലൊരു നിരീക്ഷണം പറയാനുണ്ടോ മിഥുൻ? താങ്കൾ തുടങ്ങിയത് തന്നെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്ന് കൊടുത്തുകൊണ്ടാണ്. വളരെ നന്ദി. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ബി ജെ പിയുമായിട്ട് ഒരു ബന്ധവും വെക്കാത്ത ഒരാളാണ്. ആക്ച്വലി എന്നെ നരേന്ദ്രമോദി വീട്ടിലേക്ക് ക്ഷണിച്ചു, ആദരിച്ചു എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ബി ജെ പി എന്ന പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും നിലവിലില്ല. പല പല ആളുകളായിട്ട് പരിചയമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാൻ ബി ജെ പിയുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരാളല്ല. ഞാനൊരു നാഷണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പല സ്ഥലത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിയുടെ വാദം തോന്നിയെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ഐ മീൻസ് അത് ആ ഒരു എന്താ പറയുക, ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഒരു ഐഡിയോളജിയാണ്. പിന്നെ ഒരു ഐഡിയോളജി അതിനെ മാനിച്ചുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ കൂട്ടിച്ചേർക്കൂ, ഇതുപോലൊരു ചർച്ചയിൽ നിന്ന് ബി ജെ പി വിട്ടു നിൽക്കുന്നതിന്റെ ഒരു ന്യായം എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണ്. അതിന്റെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിങ്ങും പറയാം. ഓക്കെ, ഒരു റൈറ്റ് വിങ് ഐഡിയോളജി എന്ന് പറയുമ്പം അതിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുണ്ടാവും, അതിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ ബി ജെ പി അല്ല റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഒരു എന്താ പറയാ, ഒരു എന്താ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ബി ജെ പിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ നമുക്ക് റൈറ്റ് വിങ് ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കാൻ പറ്റുമോ വെച്ചാൽ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ എനിക്ക് ബി ജെ പിയുടെ ഒരു പൊസിഷൻ അറിയില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കൾ എന്തുകൊണ്ട് വന്നില്ല എന്നത് ബി ജെ പി തന്നെ പറയണം. കാരണം ബി ജെ പി ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും ബി ജെ പിയെ കരിവാരി തേക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ബി ജെ പി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി എന്തുകൊണ്ട് വരുന്നില്ല? കാരണം ദേശീയ മാധ്യമങ്ങളിൽ അവർ അപ്പിയർ ആവുന്നുണ്ട്, അവരുടെ പാർട്ടിയുടെ വക്താക്കൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്താണ് അവർക്ക് അവരുടെ കേരളത്തിലെ ഘടകം അത് വ്യക്തമാക്കേണ്ടതാണ്. അതിൽ എനിക്കൊരു എന്താ പറയുക, ഒരു പൊസിഷൻ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ബി ജെ പി വരുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത് ബി ജെ പി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ബി ജെ പി തന്നെ എന്താ പറയുക പരിഹരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതൊരു ചോദ്യമായിരുന്നില്ല, ഒരു പൊസിഷൻ ചോദിച്ചതാണ്. താങ്കളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ചമ്പത് റായ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും രാജികൾ നാടകങ്ങളായി വരാറുണ്ട്. അത് അങ്ങനെ മറ്റോ ആയിരുന്നോ എന്നറിയാനാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി, മറ്റൊരാളുടെ രാജി കൂടി അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിക്കപ്പെട്ടത് ഈ സന്ധ്യയിലെ, ഈ രാത്രിയിലെ ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ്. പതിറ്റാണ്ടുകൾ വി എച്ച് പിയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡൻ്റായിരുന്ന നേതാവ്, അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ നായകരിൽ ഒരാൾ, 2019 വിധിക്ക് ശേഷം ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായി മാറിയ ആൾ, അത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് കേന്ദ്ര സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ ട്രസ്റ്റാണ് എന്ന് നമ്മൾ ഓർക്കുക. ക്ഷേത്ര നിർമ്മാണം നയിക്കുകയായിരുന്നു ആ ട്രസ്റ്റിൻ്റെ ചുമതല. അത് കഴിഞ്ഞും ആ ട്രസ്റ്റ് നിലനിൽക്കുകയും ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. അതിലെ നായകനായി, അതിലെ വി എച്ച് പിയുടെ ഏറ്റവും ആധികാരികതയുള്ള നേതാവായി തുടർന്നിരുന്ന മനുഷ്യനാണ് ഇന്ന് പോകുന്നത്. ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു എന്നോ, ക്യാപ്റ്റന് തന്നെ ചുവപ്പ് കാർഡ് കാലം കാണിച്ചിരിക്കുന്നു എന്നോ ഒക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ പടിയിറങ്ങൽ, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? നോക്കൂ, അദ്ദേഹത്തിന്റെ പടിയിറങ്ങൽ എന്ന് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു FIR-ൽ അദ്ദേഹത്തിന്റെ പേര് വന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവ് വന്നത് കൊണ്ടോ അല്ല. അതൊരു മോറൽ ഗ്രൗണ്ടിൽ മാത്രമുള്ള റെസിഗ്നേഷനാണ്. കാരണം ഒരു ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വി എച്ച് പിയുടെ ബന്ധമുള്ള ഒരു വ്യക്തി ആ ഒരു പൊസിഷനിൽ തുടരുന്നത് ശരിയല്ല. കാരണം അത് ഇൻവെസ്റ്റിഗേഷന് മറ്റേതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചേക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഉയർന്നേക്കാം. അതുകൊണ്ട് മോറൽ ഗ്രൗണ്ട്സ് ഉള്ള ഒരു റെസിഗ്നേഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ലീഗൽ റിയാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു വിഷയം വന്ന സമയം മുതൽക്ക് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നമ്മൾ കാണുന്നത്. ഓൾദോ അതിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു SIT ആണ് ആദ്യം ഫോം ചെയ്യുന്നത്. പല കംപ്ലയിൻസും വന്നെങ്കിൽ പോലും അതിലൊരു ഒരു FIR ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ട്രസ്റ്റ് പറയുന്ന ഒരു പോയിന്റിലെത്തിയപ്പോഴാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്.
അപ്പോൾ SIT എന്താ പറയുക, ഒരു SIT ഫോം ചെയ്തു, പോലീസ് അന്വേഷിച്ചു, മെറ്റീരിയൽ എവിഡൻസ് അവർക്ക് 8 ആളുകൾക്കെതിരെ കണ്ടെത്താൻ പറ്റി. ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ. അറസ്റ്റ് നടന്നു 24 മണിക്കൂറിനുള്ളിൽ തന്നെ. കോടിക്കണക്കിന് രൂപ റിക്കവർ ചെയ്തു, സ്വർണം റിക്കവർ ചെയ്തു എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ FIR ഫയൽ ചെയ്യുകയും അതിനുശേഷം പോലീസ് ആക്ട് ചെയ്യുകയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലെവിടെയും നമുക്ക് ചമ്പത് റായിന്റെ പേര് കാണാൻ പറ്റുന്നില്ല. അത് എന്താ പറയുക, ചമ്പത് റായ് അത്രയും പൊസിഷനിലിരിക്കുന്ന ആളായത് കൊണ്ടാണെന്നോ എന്ന് എനിക്ക് അറിയില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾ. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുകയാണെങ്കിൽ പോലീസ് വളരെ സ്വിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കേസാണ്. ഇതിൽ UP ഗവൺമെന്റ് തന്നെ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ആരൊക്കെ തന്നെ, ഇതിപ്പോൾ ആര് തന്നെ, ഏത് ഉന്നതനാണെങ്കിലും ആരൊക്കെ ആണെങ്കിലും അവരൊക്കെ തന്നെ ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ, ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ് അവരൊക്കെ തന്നെ ഇതിൽ വരും എന്നൊരു കാര്യം വളരെ ക്ലിയർ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറഗുലാരിറ്റീസ് കണ്ട സമയം മുതൽക്ക് ഒരു ഗവൺമെന്റ് ആക്ട് ചെയ്യുക, വളരെ സ്വിഫ്റ്റായി ആക്ട് ചെയ്യുക, അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് ഈ കാര്യം പോകുന്നുണ്ട്. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇങ്ങനത്തെ വിഷയം വന്നു കഴിഞ്ഞാൽ UP ഗവൺമെന്റിന് തീർച്ചയായിട്ടും കരിവാരി തേക്കാൻ പറ്റും. പക്ഷെ അതിലെ 2 മെയിൻ ഇഷ്യൂസ് ഞാൻ കാണുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഒരു അഗ്രീവ്ഡ് പാർട്ടി വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പോലീസ് FIR ഇടും. പക്ഷേ ഇവിടെ ടെമ്പിൾ മാനേജ്മെന്റ് ഇന്റർവ്യൂ ചെയ്ത സമയത്താണ് ഈ പറയുന്ന പോലെ FIR-ലേക്കൊക്കെ എത്തുന്നത്. ആദ്യം തന്നെ ഒരു 3 മെമ്പർ SIT ടീമാണ് അവരുണ്ടാക്കുന്നത്. അതിന്റെ ചരിത്രം, ആ സംഭവം ഉണ്ടായ ഉടനെ ഞങ്ങൾ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇന്നത്തെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്നാണ് താങ്കളുടെ ഒരു ഇത് അല്ലേ? അത് പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല എന്നാണ് എന്റെ നിരീക്ഷണം. അത് പൂർണ്ണമായിട്ടും കറക്റ്റ് അല്ല. കാരണം അതിന്റെ SIT-യുടെ ഹെഡ് എന്ന് പറഞ്ഞ വിജയ് വിശ്വാസ് പന്ത്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ്, സഞ്ജയ് പ്രസാദ് സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആ ട്രസ്റ്റിന്റെ. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇപ്പൊ വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് SBI ആയിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുക ക്യാഷ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ ഏർപ്പെടുത്തിയത്. അപ്പോൾ ആ ഏജൻസി എന്ന് പറയുന്നത് ബേസിക്കലി ഡീൽ ചെയ്യുന്നത് ഈ ജാനിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഈ ബേസിക് ഹെൽപ്പേഴ്സിനൊക്കെ ഹയർ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അവരെ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ക്യാഷ് കൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ ഹയർ ചെയ്തത്? അപ്പൊ അങ്ങനത്തെ ആളുകൾ, അവർക്ക് ഇതിനുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് കൊടുക്കാൻ ഈ ഏജൻസി എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തു? അപ്പൊ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. പൊളിറ്റിക്കൽ അതൊക്കെ നമുക്ക് വരാം. പക്ഷേ ഇത് രാഷ്ട്രീയ ചർച്ചയാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ BHPയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷ നേതാക്കൾ, ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് തെളിവെടുക്കൂ എന്ന മറ്റുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ BHPയുടെ തന്നെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോകും.